ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കേൾക്കാനും അറിയാനൊക്കെ ആഗ്രഹമുള്ളൊരു റീഡിംഗ് ആണ്. എന്താണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിലുള്ള പ്രശ്നം? വാട്ട് ഈസ് ദ റൂട്ട് ഓഫ് പ്രോബ്ലം? ഓക്കെ. സെക്കൻഡ് വൺ ഈസ് എന്ത് നിങ്ങളുടെ ആവശ്യമാണ് ഇതുവരെയായിട്ടും നടക്കാതെ പോയത്? ഓക്കെ. മൂന്നാമത്തത് നിങ്ങളുടെ പേഴ്സൻ്റെ പാർട്ട്ണറുടെ എന്ത് ആഗ്രഹം നടക്കാതെ പോയത്? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ട്ണറുള്ള ഫീലിങ്സ്? ഹൗ ഡു യു ഫീൽ ടുവേഴ്സ് യുവർ പാർട്ട്ണർ? പിന്നെ നിങ്ങളുടെ പാർട്ട്ണർക്ക് എങ്ങനെയാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? പിന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണ്? ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണ്? ഔട്ട്കം? ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെയും അവരുടെ പാർട്ട്ണറുടെയും വ്യക്തിയുടെയും ഇടയിലുള്ള മെയിനായിട്ടുള്ള തീം, പ്രശ്നം എന്താണ് എന്നാണ് ചോദിച്ചത്. നോക്കട്ടെ. ഇതാണ് മെയിൻ പ്രശ്നം. അതായത് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അറിയാം, നിങ്ങളുടെ ഇടയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ്. സാമ്പത്തികത്തിൻ്റെ പോരായ്മയോ, ഒന്നെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ അവസ്ഥ, അതല്ല എങ്കിൽ സാമ്പത്തികം വളരെയധികം ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും നിങ്ങളുടെ ഇടയിലുള്ള സിറ്റുവേഷൻ. എന്തായാലും ഫിനാൻഷ്യൽ പരമായുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ഇടയിലുള്ള മെയിൻ കോസ്, മെയിൻ കാരണം, മെയിൻ പ്രോബ്ലം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റിസൾട്ട് ആകുമെന്ന് നോക്കണേ. റിസൾട്ട് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എന്താണ് താങ്കളുടെ ആഗ്രഹം? എന്താഗ്രഹമാണ് നടക്കാതെ പോയത്? വാട്ട് നീഡ്സ് ഓഫ് യുവർ ആർ നോട്ട് മെറ്റ്? നിങ്ങളുടെ എന്താഗ്രഹമാണ് നടക്കാതെ പോയത്? ഇതാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കാതെ പോയത്. അത് നിങ്ങളെ വരിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, നിങ്ങളുടേതായ ഒന്നും ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് വളരെ ആഗ്രഹങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്നോ, എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങി എന്തെങ്കിലും യാത്ര ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടേതായ കുറച്ച് സ്വന്തം കാലത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഗ്രോ അപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒന്നിനും സമ്മതിക്കുന്നില്ല. അങ്ങനൊരു വ്യവസ്ഥ നിങ്ങളെ സ്വയം കെട്ടിമുറിഞ്ഞ് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. അതാണ് നിങ്ങളുടെ ആഗ്രഹം ഒന്നും നടക്കാതെ പോയത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എന്താഗ്രഹം നടക്കാതെ പോയെന്ന് ചോദിച്ചിട്ടപ്പോൾ ഇതാണ് ദ മൂൺ. അതായത് പേഴ്സണിനെ സംബന്ധിച്ച് നിങ്ങൾ പേഴ്സൻ്റെ നേരെ ഒരു റഫായ ക്യാരക്ടർ എടുക്കുന്നുണ്ട്. പേഴ്സണിനെ നിങ്ങളോടൊക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒക്കെ തുറന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് നിങ്ങളെ ഭയമാണ്. ഒരുപക്ഷെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളതിനെ എതിർക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങനെയൊരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിനുള്ള ആഗ്രഹം, അദ്ദേഹത്തിന് നിങ്ങളെ ഭയമാണ്, എന്ത് തുറന്ന് പറയാൻ ഭയമാണ്. ഓക്കെ, എന്തോ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് സാധിക്കാനുണ്ട്, അത് പറയാൻ അദ്ദേഹത്തിന് പേടിയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ്, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്? ദ മജീഷ്യനാണ്, മേജർ ആർക്കാന കാർഡാണ്. നിങ്ങൾക്കുള്ള ഫീലിങ്സ് വെച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹം എങ്ങനെയൊക്കെ ആകണം, നിങ്ങളോട് എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കൊണ്ടുവരണം, എന്തെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് നിങ്ങളുടെ ഫീലിങ്സ്. അദ്ദേഹം ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ വരണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ഓരോന്നോ കാര്യങ്ങൾ ചെയ്തു തരണം. ഫിനാൻഷ്യലാണെങ്കിലും വൈകാരികമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും റിച്ചായിട്ട് നിങ്ങൾ വളരെ ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ താങ്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് താങ്കളുടെ വ്യക്തി പെരുമാറണം എന്നാണ് താങ്കൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. താങ്കളുടെ ആഗ്രഹം അതാണ്. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ്? പേഴ്സൺ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കട്ടെ. നൈറ്റ് ഓഫ് സോഡാണ്. അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെ ദേഷ്യമാണ്. എന്ത് പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും എങ്ങനെയൊക്കെ വന്നാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ദേഷ്യമാണ്. എപ്പോഴും വഴക്കാണ്. എന്ത് പറഞ്ഞാലും എടുത്തു ചാടി നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ. നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. എന്ത് പറഞ്ഞ ദേഷ്യം. പരസ്പരം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത്. ഫിനാൻഷ്യലാണ് മെയിൻ പ്രോബ്ലം എങ്കിലും പരസ്പരം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെയാണ്. പരസ്പരം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, പരസ്പരം പറഞ്ഞാൽ കേൾക്കുന്നില്ല, ദേഷ്യം, അങ്ങനെയൊക്കെയാണ്. എന്ത് ഔട്ട്കമ്മാണ് ഫ്യൂച്ചർ വരുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് അതും ഏതായാലും ഏസ് ഓഫ് പെൻറ്റക്കിൾസ് തന്നെയാണ്.
പൈസ പരിമിതിച്ചാൽ എന്തോ നിങ്ങളൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനുണ്ട്. അതാണ് താമസിയാൻ ഒരു ചെറിയ ബിസിനസ്സോ എന്തെങ്കിലും ഫിനാൻഷ്യലി നിങ്ങൾ ഗ്രോ അപ്പ് ചെയ്യാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് എന്തോ ഫിനാൻഷ്യലി എന്തോ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലൈഫിലേക്കാണ് പോകുന്നത്. നല്ലൊരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ആർച്ചൊക്കെ ഉണ്ട്. നല്ലൊരു നല്ല ഗ്രീൻ കളറിലെ ഫീൽഡൊക്കെ കാണുന്നത്, പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ വിജയകരമായിട്ട് നിങ്ങളെന്തോ സക്സസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫിനാൻഷ്യലി ഗ്രോ അപ്പ് ചെയ്യാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം. അപ്പോൾ നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോ അപ്പാണ്. ഫിനാൻഷ്യലി എന്തോ സ്റ്റാർട്ടിങ് കൊണ്ട് എന്തോ ബിസിനസ്സോ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ആയിരിക്കും. ഫിനാൻഷ്യലി ഗ്രോ അപ്പ് ആവുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്നത് പണത്തിൻ്റെ പ്രശ്നമാണ്. ഔട്ട്കം ഒന്നും വന്നത് തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പണത്തിന് സാമ്പത്തികം ഫിനാൻഷ്യലിനാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ കെട്ടിക്കുട്ടിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന് അതുപോലെ നിങ്ങളെ പേടിയാണ്. നിങ്ങളെന്താവും, എന്ത് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് അദ്ദേഹത്തിന് പേടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് പേഴ്സൺ വളരെയധികം എല്ലാ രീതിയിലും നിങ്ങളോട് പെരുമാറണമെന്നും, അദ്ദേഹത്തിനാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ആണ് നിങ്ങളെപ്പോഴും ദേഷ്യപ്പെട്ട് നിൽക്കുന്നു, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ഒരു ഫീലിങ്സ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കുക, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടാതിരിക്കുക. അതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആയെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്യാരക്ടർ മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നിവിടെ കിട്ടിയ സ്പ്രെഡ് ഇതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചേഞ്ച് ആകാൻ നോക്കുക. താങ്ക് യു.